ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങണേന്ന്. യെസ്, അതെൻ്റെ കുഞ്ഞിക്കാണ് ഗൈസ്. പിന്നെ അതേ ഐസറ്റിക് മെയിൻ റാഹിലും ഉണ്ട്. പിന്നെ അതേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഹുദൈരിയത്ത് ബീച്ചിലേക്ക് പോയതായിരുന്നു. ആച്ചിയും ഷിബുക്കയും പിന്നെ ഇതേ റാഹിലും ഷംജുക്കും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവർ ഈ ഷാർജയിലും ദുബായിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അബുദാബിയിൽ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. നമ്മൾ വിചാരിച്ചു ഫ്രഷായിട്ട് ഹുദൈരിയത്ത് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നിയില്ല. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ. ഒരു ഈദിനായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ എന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ സ്പെൻഡ് ചെയ്തു. യുവാൻക്ക് നല്ല വൈബായിരുന്നു. കാരണം യുവാൻക്ക് കുറേ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തീവണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഗെയിമിൻ്റെ ഏരിയയിലേക്കാണ് പോയത്. ഇത് കണ്ടില്ലേ, ഈദ് പ്രമാണിച്ചിട്ടാണ് ഈ അമ്പിളിമാമനൊക്കെ ഫിറ്റ് ചെയ്തേക്കണം. ഈ സ്ഥലത്ത് വന്നാൽ ഫോട്ടോഷൂട്ട് മസ്റ്റാണ്. പക്ഷെ ഞങ്ങളാരും ഫോട്ടോസ് എടുത്തില്ല ഗൈസ്. അതിനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ നമ്മൾ മെല്ലെ നടന്ന് ഈ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ആ നീല ഷർട്ടുള്ള ചേട്ടൻ കുറേ ആളാണ് അതിൻ്റെ മെയിൻ ആളിട്ടിട്ട് പോലും ബോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണിരുന്നില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി. നമ്മൾ കളിക്കാൻ നിന്നില്ല. നമ്മൾ മെല്ലെ അടുത്ത് കുറച്ച് ആൾക്കൂട്ടം കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ നോക്കുമ്പോൾ താറാവിനെ പിടുത്താണ് ഗൈസ് കളി. അങ്ങനെ അത് കണ്ടിട്ട് ഇതേ പോന്നു. ഷിബുക്ക യുവാനോട് വരാൻ പറഞ്ഞു. യുവാൻ വരുന്നില്ല. യുവാൻക്ക് അവിടെ എന്തോ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തേ പിടിച്ച് കൊണ്ടുപോവാണ്. നേരെ ഞങ്ങൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. നേരെ ഫ്രഷ് പാലസിലേക്ക് ഫ്രഷായിട്ട് പോയി. എന്നിട്ട് ഇതേ എന്തോ ഒരു റാഹിൽ എന്തോ ഒരു ചെമ്മീൻ്റെ സംഭവം പറഞ്ഞ് ഞങ്ങൾ മുട്ട ചമ്മന്തിച്ചോറും ഷിബുക്കയും ചംചുക്കയും പത്തായച്ചോറാണ് പറഞ്ഞത്. അങ്ങനെ അവർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു ഗായ്സ്. ബായ്.